കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശം നിങ്ങൾ ശ്രവിച്ചാലും 119 സങ്കീർത്തനം അതിൻ്റെ 89, 90 വാക്യങ്ങൾ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. ദൈവസന്നിധിയിൽ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തകളെ ഇല്ലെങ്കിൽ ദൈവം എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കപ്പെടുമ്പോൾ ബൈബിൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ നിലനിൽപ്പ് ഇല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രയോഗം. ദൈവം നിലനിൽക്കുന്നവനാണ്. സ്തോത്രം. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവനാമത്തെ ഉയർത്തുന്നു എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ നാമം ഉയരും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് തിരുവചനത്തിനെ ആധാരമാക്കി ഞാനൊരു കാര്യം പറയാം. നമ്മൾ സ്തുതിക്കുന്നത് കൊണ്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നൊരു നാമമല്ല ദൈവത്തിൻ്റെ നാമം. ദൈവത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാണ്. ദൈവത്തിൻ്റെ നിലനിൽപ്പ് എന്നേക്കുമുള്ളതാണ്. സ്തോത്രം. അതാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. ചിലരൊക്കെ ദൈവത്തെ വിട്ട് മാറുന്ന ആൾക്കാരുണ്ട്, ദൈവത്തെ വിട്ട് പിന്മാറുന്ന, ദൈവത്തെ വിട്ട് അകന്നു മാറുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചില ചിന്തിക്കുന്നത് ദൈവത്തിന് എന്തോ പറ്റുമെന്നുള്ളതാണ്. ഒന്നും പറ്റത്തില്ല. ഞാനോ 100 പേരോ 1000 പേരോ ഒരുമിച്ച് ദൈവത്തെ വിട്ട് മാറിയെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ നിലനിൽപ്പിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. കർത്താവ് എന്നേക്കും സ്ഥിരമാണ്. ദൈവമില്ല എന്ന് പറയുന്നവരുണ്ടല്ലേ. ബൈബിൾ തന്നെ പറയുന്നു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ടും തകരുന്നതല്ല ദൈവത്തിൻ്റെ നാമം. പ്രീസലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ വായിച്ച വാക്യം 119 സങ്കീർത്തനത്തിൻ്റെ 89, 90 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയപ്പെടുന്നത് അവൻ്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു, പുല്ലുണങ്ങും പൂവാടും, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ സ്തോത്രം ഒരു നാളും അത് മാറിപ്പോകുന്നത് ഇല്ല. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ വിടുതൽ, നമ്മുടെ വാഗ്ദത്തങ്ങൾ, നമ്മുടെ നന്മകൾ ഇതെല്ലാം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. അതിൽ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടവരും. അടുത്ത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അല്ല, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് നിലനിൽക്കുന്നത് നമ്മൾ നന്മകൾ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് വിടുതലോടെ അനുഗ്രഹത്തോടെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. സ്തോത്രം. നാം അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തതയോടെ പാർക്കുന്നു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത്, ഞാനായിരിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അല്ല, സ്തോത്രം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു ദൂത് തിരുവചനത്തെ ആധാരമാക്കി പറയുക. ദൈവത്തിൻ്റെ വിശ്വസ്തത അതൊരിക്കലും മാറുകയില്ല. ദൈവത്തിൻ്റെ വചനം അതൊരിക്കലും മാറുകയില്ല. ആ വചനത്തിൽ ആശ്രയിച്ച്, അവൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് മുന്നോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറച്ചാട്ട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും. സന്ദേശം അനേകായിരങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.